കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അല്പസമയം പ്രാർത്ഥനയോടുകൂടെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-3 വചനങ്ങൾ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. സർ എഥൽ ബി സട്ടൻ്റെ പ്രശസ്തമായ കൃതിയാണ് ടുഡേയ്സ് വേർഡ് ഓഫ് ഗോഡ്, അതായത് ഇന്നത്തെ ദൈവവചനം. അതിൽ യുദ്ധക്കളത്തിൽ വെച്ച് മുറിവേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട യുവാവായ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പരിശീലനം സിദ്ധിച്ച ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്ന ആ സൈനികൻ തൻ്റെ ശിഷ്ടായുസ് ലണ്ടനിലെ ഒരു സൈനിക ആശുപത്രിയിൽ മുറിവേറ്റ് കഴിയുന്ന സൈനികരെ പിയാനോ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ചെലവഴിച്ചു. ആശുപത്രി സന്ദർശകരുടെ കാലടി ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സംഗീത സബരിയെ തെല്ലും ബാധിച്ചില്ല. മാരകമായി മുറിവേറ്റവർക്ക് തൻ്റെ സംഗീത വിരുന്ന് അല്പമെങ്കിലും ആശ്വാസം പകരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ സേവനം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം പാട്ടുപാടിക്കൊണ്ട് പിയാനോ വായിച്ചു കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് കൈയടിക്കുന്നത് അദ്ദേഹം കേട്ടു. അതാരാണെന്ന് ജിജ്ഞാസയോടെ അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാനാണ്, നിന്റെ രാജാവ് എന്ന മറുപടിയാണ് അദ്ദേഹം കേട്ടത്. ആശുപത്രി സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് രാജാവായിരുന്നു അത്. ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് രാജാധി രാജാവായ യേശു കർത്താവ് നമ്മെ നിയോഗിച്ചിരിക്കുകയാണ്. നാം അവിടുത്തെ വിശ്വസ്ത സൈനികരാണ്. ദൈവഹിതത്തിൻ്റെ ശക്തിയേറിയ നിർബന്ധം ഇന്ന് നാം ആയിരിക്കുന്ന പ്രവൃത്തി മേഖലകളിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ഇവിടെ അധികമാരും അറിയാത്ത സുവിശേഷ രംഗങ്ങളിൽ നാം നിശബ്ദ സേവനം നടത്തുമ്പോൾ നാം അറിയാതെ ഒരുവൻ നമ്മുടെ സമീപത്തെത്തും. നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് അവൻ ഊർജം പകരും. നമ്മുടെ സംഗീത ശുശ്രൂഷയ്ക്ക് അവൻ താളം പിടിക്കും. നമ്മുടെ മുമ്പിൽ നിന്ന് ഞാൻ നിന്റെ രാജാവാണ് എന്നവൻ അരുളി ചെയ്യും. ആ ദിവ്യവാണിയുടെ ആശ്വാസ തരംഗങ്ങൾ നമ്മുടെ ദുഃഖത്തെയും വേദനകളെയും നിശേഷം തുടച്ചു മാറ്റും. ദൈവം നമ്മെ അയക്കുന്ന സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള ദൈവികമായ കഴിവുകളും താലന്തുകളും അവൻ നമ്മിൽ പകർന്നിട്ടുണ്ട്. അത് നമ്മുടെ ശുശ്രൂഷ വേദികളിൽ നാം ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള അലോസരപ്പെടുത്തലുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നാം തളർന്നു പോകാതിരുന്നാൽ പ്രോത്സാഹനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ആശ്വാസവാണികളുമായി വിശ്വാസത്തിന്റെ നായകനായ യേശു കർത്താവ് നമ്മുടെ അരികിലെത്തും. എന്തിനാണ് അവൻ നമ്മുടെ അരികിലെത്തുന്നത്? നാം അവനെയാണ് സേവിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ, നാം അവന്റെ സൈന്യഗണത്തിലെ വിശ്വസ്ത പടയാളികളാണെന്ന് നമ്മെ വീണ്ടും ബോധ്യപ്പെടുത്തുവാൻ, അവനെ മാത്രം പ്രസാദിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ മനസ്സിൽ വീണ്ടും ഉണർത്തുവാൻ, സാഹചര്യങ്ങൾ അന്യഥ ചിന്തിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ വീണ്ടും നമ്മുടെ ദിവ്യവിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിൻ്റെ ഇമ്പമായ ശബ്ദം കേൾക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരായും ശ്രദ്ധയുള്ളവരായും നിങ്ങൾ ജീവിക്കുക. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മോട് ഇടപെടുകയും ശരിയായ വഴി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കാട്ടിത്തന്ന് നിങ്ങളുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.